ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ്ലാൻഡ്. എല്ലാവർക്കും സജൂസ് ടേസ്റ്റ്ലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ടേസ്റ്റിലുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അല്ലെങ്കിൽ സ്നാക്ക് റെസിപ്പി എന്നൊക്കെ പറയാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. നമുക്ക് കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനൊക്കെ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി കാണിക്കാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 പഴം ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴമാണ് നമുക്കിതിന് വേണ്ട കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് എടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ കൈകൊണ്ട് തന്നെ ചെറുതായിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 ഏലക്കായ, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്, നല്ലൊരു സൂപ്പർ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 2 ഏലക്കായ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. ഇനി നമുക്കിത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അത് നമുക്ക് ഈ ബാറ്ററിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഉപ്പാണ്. 1/4 ടീസ്പൂണ് ഉപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് മതിയാവും. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി എടുക്കാം. അപ്പോൾ ഞാൻ നല്ലപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുഴച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ചൊന്ന് ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും. പക്ഷേ അത് നമ്മൾ കുറച്ചങ്ങോട്ട് കുഴച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് ശരിയായിട്ട് വരും. നമ്മൾ ഓയിലൊന്നും ചേർക്കാതെയാണ് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നത് കേട്ടോ. നമുക്കറിയാം, നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കണം. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പ്രസ് ചെയ്ത് കുഴയ്ക്കുക അല്ലെങ്കിൽ അത്രയ്ക്കും സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കുക അങ്ങനെയൊന്നും വേണ്ട. നമുക്കിത് ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് മിക്സായി കിട്ടുന്ന രീതിയിൽ നമുക്കിത് പരത്തിയെടുക്കാനൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ ആവുന്നത് വരെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് നീട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കാതെയാണ് 2 പഴം അരച്ചിട്ട് ആ ഒരു ഇതിൽ തന്നെയാണ് ഇത് കുഴച്ചെടുത്തിരിക്കുന്നത്. അപ്പോഴാണ് ഒരു സൂപ്പർ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നീട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം ഒരേ രീതിയിലുള്ള ബോൾസാക്കി മാറ്റാനൊക്കെ വളരെ സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ 1 കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് 8 ബോൾസാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. പരത്തിയെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനെല്ലാം അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ചപ്പാത്തി പലകയിൽ കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് വിതറിയിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ബോൾ ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് വലുപ്പത്തിലൊന്നും പരത്തുന്നില്ല. കുറച്ച് ഒരു വലുപ്പത്തിലാണ് പരത്തിയെടുക്കുന്നത്. കുഴൽ എല്ലായിടത്തും എത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സൈഡും ഒക്കെ ഒരേപോലെ ആയി കിട്ടുകയും ചെയ്യും. ഒരേ കനത്തിലൊക്കെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ കുറച്ചൊരു വലുപ്പത്തിൽ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു ഭംഗിക്കും ടേസ്റ്റിനും നല്ല ഹെൽത്തി ആയിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് എള്ള ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ കറുത്ത എള്ളാണ് ഞാൻ എടുക്കുന്നത്. അത് നന്നായിട്ട് കഴുകി അതിൽ വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തിരിക്കുകയാണ്. അത് നമുക്കിതിലേക്ക് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വേണ്ട, കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന രീതിയിൽ കുറച്ച് മാത്രം നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഒന്ന് പരത്തിയെടുക്കാം. എള്ളൊക്കെ അതിലങ്ങനെ പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ എള്ളൊക്കെ അതിലേക്ക് അങ്ങനെ നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കും. അങ്ങനെ ചാടി പോവുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നേന്ത്രപ്പഴം തന്നെയാണ്. അത് ഇതുപോലെ 2 ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഇതിലിങ്ങനെ അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് ചാടി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. അപ്പോൾ നല്ലപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനെല്ലാം അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടില്ലേ, ഇത് ഈ ഒരു കനത്തിലാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ചപ്പാത്തി
നമുക്ക് ഇതിലേക്ക് പതുക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ഒരു സൈഡ് ഏകദേശം ഒന്ന് കുക്കാവുന്നത് വരെ നമുക്കിങ്ങനെ വെക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം അങ്ങനെ വെക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ ഇത് ഹാർഡായി പോവും. അപ്പോൾ ഒരു അല്പസമയം ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് തിരിച്ചിടുക. വീണ്ടും ഒരല്പസമയം മാത്രം ഇതുപോലെ വെക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ തിരിച്ചിടുക. അങ്ങനെ ഒരു 3-4 പ്രാവശ്യമായിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരുപാട് സമയം വെക്കരുത്. തീ കൂടുതലായിട്ട് വെക്കാനും പാടില്ല. ലോ ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്കായി കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ തന്നെയാണ് നമുക്കിത് കിട്ടുക. പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ചിടാനായിട്ട് ശ്രദ്ധിക്കണം. കരിഞ്ഞു പോവാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ശർക്കരയാണ്. അപ്പോൾ ഞാനൊരു ശർക്കര എടുത്തിട്ടുണ്ട്. അത് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരെണ്ണം മുഴുവനായിട്ട് നമുക്കിതിന് ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് ബാക്കി ഉണ്ടാവും. അപ്പോൾ ഒരു 3/4 ഭാഗമൊക്കെ വേണ്ടി വരുള്ളൂ. അപ്പോൾ ഇതും നമുക്കിതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പാനിലേക്ക് ശർക്കര ചാടാതെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി നല്ലത്. അല്ലെങ്കിൽ ഇതിങ്ങനെ അതിൽ കിടന്നിട്ട് അങ്ങോട്ട് ഉരുകിയിട്ട് നമ്മുടെ ചപ്പാത്തിയിലൊക്കെ ഒട്ടിപ്പിടിച്ച ഒരു കരിഞ്ഞ പോലെയൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമുക്കൊരല്പസമയം ഒന്ന് മൂടി വയ്ക്കാം. ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വരാൻ വേണ്ടിയിട്ട് ഒരല്പസമയം മാത്രം ഒന്ന് മൂടി വയ്ക്കാം. കണ്ടില്ലേ, ഇപ്പോൾ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. ഇനി നമ്മൾ മറിച്ചിടാനൊന്നും നിൽക്കണ്ട. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതൊക്കെ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നെയ്യ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മുതിർന്നവർക്കൊക്കെ നെയ്യ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിവാക്കിയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഏതെങ്കിലും ഓയിലൊക്കെ വളരെ കുറച്ച് ഓയിലൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു നെയ്യൊക്കെ ചേർക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ കുറച്ച് നമുക്കിതിലൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. കുട്ടികൾക്ക് അതൊരു ഇഷ്ടമാവുകയും ചെയ്യും. ശർക്കരയും അതേപോലെ തന്നെ പഴവും നെയ്യും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഉള്ളത്. ഇനി നമുക്കിതാ ഇതേപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ശർക്കര അങ്ങനെ പാനിലേക്ക് ചാടാതിരിക്കുന്നതാണ് ഒന്നുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറിയൊരു പീസൊക്കെ ചാടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. വളരെ ഹെൽത്തിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. മാത്രമല്ല നമ്മൾ എന്നും ഒരേപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. മാത്രമല്ല നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാനൊക്കെ വളരെ ഇഷ്ടമാവുകയും ചെയ്യും. സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാനൊക്കെ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നമുക്ക് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ സൂപ്പർ ടേസ്റ്റി റെസിപ്പിയായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.